ദൈവത്തെ നമ്പി കൊമ്പിരിപ്പൂ വാരിരാരം ലാലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അരീക്കാട് പാടത്താട്ടാ. എൻ്റെ സ്വന്തം നാടായ തിരൂർ തന്നെയാണ്. തിരൂർ അരീക്കാട് പാടത്താണ്. അപ്പോൾ എല്ലാ വർഷം നടക്കുന്ന കൃഷി നമ്മളെ നാട്ടിൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. വീഡിയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ റീപ്ലൈനൻസ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന അരീക്കാട് പാടത്താണ്. ഇന്നിവിടെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ ആത്മാ പദ്ധതിയിൽ 2 ഏക്കർ സ്ഥലത്ത് ജപ്പാൻ വയലറ്റ് റൈസ് അഥവാ ജപ്പാൻ പർപ്പിൾ റൈസ് എന്ന് പറയുന്ന ഇനം നെല്ലിൻ്റെ നടീലാണ് കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ ബ്ലോക്കിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പാടശേഖര സമിതി ഇത് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഭക്ഷിക്കുന്ന അരി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഇനമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നട്ടിട്ടുള്ള ജപ്പാൻ പർപ്പിൾ റൈസ് എന്ന് പറയുന്ന ആ പേര് പോലെ തന്നെ പർപ്പിൾ കളറ് നമുക്കതിൻ്റെ ഇലയിൽ ഇപ്പോൾ കാണാം. അതുപോലെ തന്നെ കഴിഞ്ഞാൽ അതിൻ്റെ നല്ല വിത്തായിട്ട് കിട്ടുമ്പോഴത്തേക്കും ആ ഡാർക്ക് കളറ് നമുക്കതിൽ കാണാം. ഈ ഡാർക്ക് കളറ് കൊണ്ട് തന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള, അതേപോലെ ന്യൂട്രിയൻസും ഫൈബറും റിച്ച് ആയിട്ടുള്ള ഇനമാണ്. അപ്പം നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന അരിനേക്കാൾ കൂടുതൽ പോഷക ഗുണമുള്ള ഒരു റൈസ് ഇനമാണ് ഇന്ന് ഇവിടെ നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പുതിയ, ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ആരോഗ്യം ശ്രദ്ധിച്ചിട്ടുള്ള ആഹാര രീതി തന്നെയാണ് എല്ലാവരും പിന്തുടരുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ഇനങ്ങൾ നെല്ലിൽ നമുക്കിനി നമ്മുടെ താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപിപ്പിക്കാനായിട്ടുണ്ട്. അതിൻ്റെ തുടക്കം മാത്രമാണ് നമ്മൾ ഈ ആത്മാ ഡെമോൺസ്ട്രേഷനിൽ ചെയ്തിട്ടുള്ളത്. ഇനിയും പുതു തലമുറയുടെ എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃഷി സമൃദ്ധി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷി പ്രോത്സാഹനം മാത്രമല്ല, കൃഷിയിൽ നിന്ന് ഉണ്ടായ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുന്നതിനുള്ള പദ്ധതി അടക്കം നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ എന്നതിലുപരി അഗ്രി ബിസിനസ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ താനാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ കൃഷിഭവൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയിലുള്ള എല്ലാവരും ഈ അഗ്രി ബിസിനസ്, പുതിയ എന്താ പറയുക, സംരംഭങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് തുടങ്ങാനായിട്ട് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താനാളൂർ പഞ്ചായത്തിൽ കാർഷിക മേഖലയിൽ വൈവിധ്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അരീക്കാട് പാടത്ത് തന്നെ വിവിധങ്ങളായിട്ടുള്ള കൃഷി രീതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷക കൂട്ടായ്മ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംസ്ഥാനത്തെ മികച്ച കൃഷിഭവൻ എന്നുള്ള അവാർഡ് കിട്ടുമ്പോൾ ഈ തരം ഗുണങ്ങളാണ്, ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മളെ ആ മികവിലേക്ക് എത്തിച്ചത് എന്നുള്ളതിൽ അഭിമാനവും സന്തോഷവും അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് താനാളൂർ പള്ളിപ്പടികളുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഇവർ നെല്ല് നടിയിപ്പിക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു പ്രചോദനമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ശരിക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ നമ്മളെ താനാളൂർ പഞ്ചായത്തിലെ അംഗങ്ങൾ കുട്ടികൾക്ക് സ്കൂൾ ഒരു ദിവസം അതിനും വേണ്ടിയിട്ട് ഒരു പീരീഡ് മാറ്റി വെച്ചിട്ടാണ് ഈ നെൽകൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആവേശത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ, പാട്ടൊക്കെ പാടി. പിന്നെ ഇവിടെ ഇത് പൂട്ടിക്കണ പറഞ്ഞാൽ ട്രാക്ടർ ഉപയോഗിച്ചിട്ടല്ല, ഇത് പൂട്ടിക്കണ കന്ന് ഉപയോഗിച്ചിട്ട് പൂട്ടിയാട്ടാ. അപ്പം നമ്മൾ ശരിക്ക് കൃഷിരംഗത്തേക്ക് ഇറങ്ങിയാണ്. നമസ്കാരം. ഇന്ന് താനാളൂർ AMLP-യിലെ കുട്ടികൾ ഈ പാടത്ത് ആ പഴയകാല നന്മയുടെ ഒരു നേർചിത്രം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈ താനാളൂരിലെ പ്രമുഖ കർഷകനായ കുഞ്ഞാലുവിൻ്റെ നേതൃത്വത്തിൽ ഈ പാടത്ത് ഇന്ന് കാളപൂട്ടും, അതുപോലെ തന്നെ അതൊന്നും കുട്ടികൾ ഇന്ന് നേരിട്ടിൽ കണ്ട അനുഭവമില്ല. കാളയെ കൊണ്ട് പൂട്ടിക്കുന്ന ആ ഒരു അനുഭവം അവർക്ക് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായി. അതുപോലെ തന്നെ ഞാറ് നടുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു അവസരം ഉണ്ടായി. വളരെ നമ്മുടെ വാർഡ് മെമ്പർ മജീദ് മംഗലത്തും അതുപോലെ തന്നെ VS സക്കീറും ഒക്കെ സഹകരിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം കുട്ടികൾക്ക് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പൈതൃകം, പഴയകാല ആ നന്മ
കുട്ടികൾ കണ്ട് വളരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം നമ്മുടെ വിദ്യാലയത്തിൽ കർഷക ദിനത്തിൽ കലപ്പയും നുകവും ഒക്കെ നമ്മുടെ വിദ്യാലയത്തിന് സംഭാവനയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് അതിന് നാഴിയും ഏത്തക്കൊട്ടയും ഒക്കെ നമുക്ക് ഇവര് നൽകുന്നുണ്ട്. ഇതെല്ലാം വെച്ച് സ്കൂളിൽ ഒരു കാർഷിക ഗാലറി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തായാലും വളരെ സന്തോഷത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും. അപ്പോൾ ഈ ഒരു സംരംഭം ഒരുക്കി തന്ന ഇവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ച നമ്മുടെ വിദ്യാലയത്തിലെ PTA MTA വികസന സമിതിയുടെ അംഗങ്ങളോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഈ ഒരു അനുഭവം കുട്ടികൾ അവരുടെ ജീവിത അവസാനം വരെ അവരുടെ മനസ്സിലുണ്ടാവും. അതിന് ഉള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ തുടങ്ങി വെക്കുന്നത്. അത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. പ്രിയപ്പെട്ട കൃഷി ഓഫീസർ, പ്രധാനാധ്യാപകൻ പ്രദീപ് മാഷ്, സഹപ്രവർത്തകൻ കുഞ്ഞിപ്പ തെയ്യമ്പാടി, കർഷകനായ കുഞ്ഞാലു, അയ്യൂബ്, ഷിയാബ്, സക്കീർ, മറ്റ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, നിസാർ, കൃഷി അസിസ്റ്റൻ്റ് അമീർ സാഹിബ്, നമ്മളിന്ന് തറയിൽ താനാളൂർ AMLP സ്കൂളിലെ കുട്ടികളെ നമ്മുടെ കൃഷിരീതി പഠിപ്പിക്കുക, അത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആണിന്ന് 100-ൽ പരം കുട്ടികളെ കൊടുന്ന് ഈ കൃഷിരീതി അവർ പാടത്തിറങ്ങി എങ്ങനെ ഞാറ് നടണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തത്. ഏതായാലും വളരെ സന്തോഷം. നമ്മളെ പുതുതലമുറക്ക് ഇത്തരം കാര്യങ്ങൾ അന്യം നിൽക്കുന്ന അവർ അരി മാത്രമേ കാണുന്നുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നും നെല്ല് എങ്ങനെ ഉണ്ടാവുന്നോ ഞാറ് എങ്ങനെ നടുന്നോ വിത്ത് എങ്ങനെ ഇടുന്നോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. ഏതായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി ഓഫീസറെ ക്ഷണിക്കണം. എല്ലാവർക്കും നമസ്കാരം. കൃഷി വകുപ്പിൻ്റെ കീഴിൽ കാർഷിക മേഖലയിൽ നിരവധി പദ്ധതികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താനാളൂർ പഞ്ചായത്തിനെ പറഞ്ഞിടത്തോളം ഇപ്പോൾ നിലവിൽ 40 ഹെക്ടറോളമാണ് നെൽകൃഷി ചെയ്യുന്നത്. ഇനിയിപ്പോൾ നെൽകൃഷിയിൽ തന്നെ തരിശുഭൂമി കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അരീക്കാട് ഭാഗത്ത് ഉപ്പുവെള്ളം കയറുന്ന കുറച്ച് സ്ഥലമായിട്ടാണ് നമുക്ക് തരിശുഭൂമിയായിട്ട് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ബാക്കി നെൽകൃഷി ചെയ്യാൻ പറ്റുന്നിടത്തോളം സ്ഥലങ്ങൾ കർഷകർ പാട്ടത്തിനെടുത്ത് ചെയ്യുന്നുണ്ട്. അതിനുള്ള സപ്പോർട്ട് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുതുതലമുറ എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ ഈ മക്കൾ തന്നെയാണ്. കാർഷിക മേഖലയിൽ അവരിനി എന്ത് ചെയ്യണം, അതിൻ്റെ സംരംഭങ്ങളുമായിട്ട് എങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ളത് നമ്മുടെ പുതുതലമുറ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ കാർഷിക മേഖലയുടെ വളർച്ചയും ഈ തലമുറയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ തറയിൽ AMLP സ്കൂളിലെ വിദ്യാർത്ഥിനികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ സ്കൂളിലെ അധ്യാപകരെ ഞാൻ പ്രശംസിക്കുകയാണ്. താങ്ക് യു. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, ജയ് ജവാൻ ജയ് കിസാൻ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മാതൃകായോഗ്യമായ മുദ്രാവാക്യം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. ആ മുദ്രാവാക്യത്തെ അല്ലെങ്കിൽ അതോടെ മണ്ണിനോട് മല്ലടിക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഈ വിദ്യാർത്ഥികളെ ഇവിടെ കൊടുക്കുന്നത്. അതിന് മുൻകൈ എടുത്ത ഇവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ അതിൻ്റെ ഉത്തേജകമായ സംസാരങ്ങളിലൂടെ നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയ കൃഷി ഓഫീസറും അതുപോലെ തന്നെ നിങ്ങളെ ലീഡ് ചെയ്യുന്ന നിങ്ങളുടെ പ്രധാന അധ്യാപകർ, ഇവരൊക്കെ നമ്മളെ മനുഷ്യരുടെ എന്താ പറയുക ആദ്യാവസാനം വരെയുള്ള പ്രവർത്തനമാണ് കൃഷി എന്നുള്ളത്. അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. നിങ്ങളെ അത് ബോധ്യപ്പെടുത്തി അതിൻ്റെ കൃത്യമായ കാര്യങ്ങളിലൊക്കെ അവർ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് അവരൊക്കെ നിങ്ങളെയൊക്കെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമസ്കാരം. ഞാൻ നേരത്തെ വിശദമായ കാര്യങ്ങൾ സൂചിപ്പിച്ചാണ്, എങ്കിലും 1-2 വാക്കും കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഒരു പൈതൃകം, ആ പഴയ നന്മകൾ അവർ കണ്ടു വളരണം. അതിനുള്ള പല അവസരങ്ങളും ഇപ്പോൾ നമ്മൾ വിദ്യാലയത്തിൽ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാള പൂട്ടുന്നതും അതുപോലെ തന്നെ ഈ ഞാറ് നടുന്നതും. ഇതൊന്നും കുട്ടികൾക്ക് വീഡിയോയിൽ നല്ലൊരു വീഡിയോ പോലും കാണാനില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ അത് ഇവിടെ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ പ്രമുഖ കർഷകൻ
ശ്രീ കുഞ്ഞുവാലവിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഒരു സംരംഭം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സക്കീർ, അതുപോലെ ഒരുപാട് കർഷകരുണ്ട്, പിന്നെ അയൂബ്, ഇങ്ങനെയുള്ള ഒരുപാട് കർഷകരുടെ ശ്രമമാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഉള്ള ഇത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് സാരഥി മജീദ് മംഗലത്ത്, അതുപോലെ നമ്മുടെ കൃഷി ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, എല്ലാവർക്കും വിദ്യാലയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഗൈസ്, ഞാൻ അരീക്കാട് നിന്ന് നേരെ താന്നാളൂർ പള്ളിപ്പടിക്കൽ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കൃഷി നടക്കേണ്ടി പറഞ്ഞിട്ട്, അപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താ വെച്ചാൽ പാഠപുസ്തകത്തിൽ നിന്നും പാടത്തേക്ക് കുട്ടികളെ ഇറക്കിക്കൊണ്ട് ഇവിടുത്തെ സ്കൂൾ അധ്യാപകരും അതുപോലെ തന്നെ ഇവിടുത്തെ PT ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഒരു സംരംഭം കുട്ടികൾക്ക് വേണ്ടി അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾ കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടു മറിഞ്ഞൊരു കാര്യമാണ് ഈ കാളനെ കൊണ്ടിട്ട് ഈ കളം മറിക്കൽ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ഭയങ്കര ഹാപ്പിയാണ് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞ്. അപ്പോൾ നമ്മളെ ഇത് നടക്കുന്ന താന്നാളൂർ AMLP സ്കൂളിലെ അധ്യാപകരും PTA കൂടിയിട്ടാണ്. അപ്പോൾ ഇപ്പം എന്താ പറയുക, ഭയങ്കര ഹാപ്പി ഇതൊക്കെ കണ്ടപ്പോൾ, പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ ബൈ, സി യു, ബൈ. Ya